എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമിസ്റ്റാറിൽ നിന്ന് ഇപ്പോൾ ജലന്ധറിലേക്ക് പോയിട്ടിരിക്കുന്ന ഭാഗങ്ങളാണ് ഈ കാണിക്കുന്നത്. ഏകദേശം കൂടുതൽ ദൂരമല്ല, 60-70 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ പോകുന്ന വഴിക്ക് ട്രെയിനിൽ തന്നെയാണ് പോയത്. കാരണം സുഖം യാത്ര അതായിട്ട് തോന്നി, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയത്. നല്ല കാണാൻ രസമുള്ള നല്ല പാടങ്ങളും അവിടെ കൃഷി സ്ഥലങ്ങളാണ് ഈ കാണുന്ന കംപ്ലീറ്റ്. പോകുന്ന വഴിക്കുള്ള ഏകദേശം ഭാഗങ്ങളൊക്കെ കുറച്ച് പിടിച്ചതാണ്. രസമായ യാത്രയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് ജലന്ധർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത്. പിന്നെ അവിടുന്ന് ഞങ്ങളൊരു ഇലക്ട്രിക് ഓട്ടോ വിളിച്ച് ഞങ്ങൾ റൂമിൽ പോയി അവിടെ ചെന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ അതിന് ശേഷമാണ് ഇനിയിപ്പോൾ അടുത്ത കാര്യങ്ങൾ കാണിക്കുന്നത്. പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ സയൻസ് സിറ്റി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. സയൻസ് സിറ്റി അവിടുന്ന് ഒരു 10-50 കിലോമീറ്ററിൻ്റെ ദൂരമേ ഉള്ളൂ. അവിടെ പോയി അവിടെ ചെന്നിട്ട് അതിൻ്റെ ഭാഗങ്ങൾ കയറുന്ന എൻട്രൻസും ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. കയറുന്ന എൻട്രൻസ് കഴിഞ്ഞ് പിന്നെ ഉൾഭാഗത്ത് കയറി അവരെ ഒരു വിശാലമായ ഏരിയയാണ്. ആ ഏരിയ കൂടെ പോയി അവിടുന്ന് ശേഷം ഞങ്ങൾ അതിനകത്ത് കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണുന്ന ഭാഗങ്ങൾ ഈ കുറച്ചൊക്കെ പിടിക്കാൻ പറ്റുന്നതൊക്കെ പിടിക്കുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഉള്ളിലേക്ക് കടന്നതിന് ശേഷം കാണാൻ വേണ്ടി ആദ്യം തുടങ്ങിയത് ഡൈനോസോർ പാർക്ക്. ഉള്ളിലേക്ക് കയറുന്ന വഴിക്ക് ഒരു സ്റ്റാച്യു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക് ഒരു സെൻസർ ചെയ്താണ്. ഓരോരുത്തർ കയറുന്ന വഴിക്ക് തന്നെ ഒരു മറ്റേ സ്റ്റാച്യു വരുന്ന നമ്മളോട് ചിരിച്ചിട്ടുള്ള വർത്തമാനങ്ങൾ പറയും. നല്ല രസമാണ്. കുറച്ച് നേരം ഞങ്ങൾ അവിടെ നോക്കി നിന്ന് രസമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് കയറിയത്. ഉള്ളിലേക്ക് വരുമ്പോൾ ജുറാസിക് പാർക്കുണ്ട്. ജുറാസിക് വേൾഡ്, അങ്ങനെ കുറേ സെക്ഷൻ ഉണ്ട്. അവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. ആ ഭാഗങ്ങളൊക്കെ കുറേയൊക്കെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെയാണ് കാണിക്കുക കുറേയൊക്കെ. ഈ കാണുന്ന ബോട്ടിംഗ് ആണ്. അത്യാവശ്യം കുറച്ച് വലിയ ഒരു ഏരിയ ആണ്. പിന്നെ തണുപ്പുള്ള കാരണം ഒത്തിരി അതിനകത്ത് ഇറങ്ങി കളിക്കണ്ടെന്ന് വെച്ച് ഞങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്തില്ല. നല്ല ഒത്തിരി ആളുകളുണ്ടായിരുന്നു. ഇന്ന് ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് ഇറങ്ങിയില്ലായിരുന്നു. നല്ല ഏരിയ. ഒത്തിരി കാണാനുണ്ട്. കുറേ നേരം എടുത്താലാണ് തീരുള്ളൂ. ഒരു ദിവസം ഫുള്ള് വേണ്ടി വരും ശരിക്കും കാണണമെങ്കിൽ. പിന്നെ അതിനകത്ത് തന്നെ വേറെ പല സെക്ഷനുണ്ട്. ചില സെക്ഷനിലൊന്നും നമുക്ക് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ബാക്കി കാര്യങ്ങളൊക്കെ അടുത്തതിൽ കാണിക്കാം.